വണ്ടിപ്പെരിയാർ ഗ്രാമ്പി അറക്കൽ ഭാഗത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതിനിടയിൽ വീണ്ടും വളർത്തു പശുവിനെ കടുവ പിടിച്ചു. ഗ്രാമ്പി വാർഡ് മെമ്പർ മതിയഴകന്റെ പശുവിനെയാണ് പിടിച്ചത്. ഏറുമാടം പണിത് രാത്രി കടുവ വരുന്നതും കാത്തിരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാഗ്യം സ്കിൻ സ്പെഷ്യൽ ഹോസ്പിറ്റൽ കമ്പം. നഖത്തിലുണ്ടാകുന്ന വിരച്ചുറ്റും ത്വക്കുരോഗങ്ങളും ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവുകളും വരഞ്ഞുകീറലും നിങ്ങളെ അലോസരപ്പെടുത്തുന്നുവോ? മുഖക്കുരുവും കറുത്തമറുകും മുടികൊഴിച്ചിലും വെള്ളപ്പാണ്ടും നിങ്ങളുടെ സൗന്ദര്യം കുറയ്ക്കുന്നുവോ? കൈകളിലെ തഴമ്പ നിങ്ങളുടെ കൈയുടെ മാർദ്ദവം കുറയ്ക്കുന്നുവോ? എങ്കിൽ ഉടൻ പരിഹാരമുണ്ട്. ഭാഗ്യ ആശുപത്രി കമ്പം. കഴിഞ്ഞ 2 മാസക്കാലമായി മൂന്നാറിൽ നിന്നും തേക്കടി ഉൾവനത്തിൽ കൊണ്ടുവിട്ട കടുവയെ വീണ്ടും പിടികൂടാനുള്ള ദൌത്യം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. ജനവാസ മേഖല കൂടിയായ ഗ്രാമ്പി, അരണക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും 11ഓളം വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യത്തിൽ വയനാട് സ്പെഷ്യൽ ടീമിനെ വരെ വനം വകുപ്പ് ഇറക്കിയിരുന്നു. എന്നിട്ടും രക്ഷയുണ്ടായില്ല. അങ്ങനെ ഉദ്യോഗസ്ഥർ അടക്കം ദൌത്യം അവസാനിപ്പിച്ചേക്കാം എന്ന തീരുമാനത്തിൽ എത്തിയ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയിൽ ഗ്രാമ്പി ഗ്രാമപഞ്ചായത്ത് അംഗം മതിയഴകന്റെ പശുവിനെ തന്നെ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. മുൻപും വന്യമൃഗ ആക്രമണം ഇതേ പശു തന്നെ നേരിട്ടിട്ടും ഉണ്ട്. തുടർന്ന് എരുമേലി ഫോറസ്റ്റ് റേഞ്ചിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തുകയും ഡോക്ടർ സിദ്ധാർത്ഥിന്റെ നേതൃത്വത്തിൽ കടുവയെ പിടികൂടാനുള്ള യോഗം നടത്തുകയും ചെയ്തു. ഇതിൽ പാതി ഭക്ഷിച്ച അവസ്ഥയിൽ തേലക്കാട്ടിനുള്ളിൽ കിടക്കുന്ന പശുവിനെ ബാക്കി ഭക്ഷിക്കുന്നതിന് വേണ്ടി കടുവ തിരിച്ച് എത്തിയേക്കാം. ഈ സമയം മയക്കുവെടി വെച്ച് പിടികൂടാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി പശു ആക്രമിക്കപ്പെട്ടതിന്റെ ഭാഗങ്ങളിലായി ഏറുമാടം പണിയുകയും രാത്രി തോക്കുധാരികളായ ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും കടുവയെ മയക്കുവെടി വെക്കുകയും ചെയ്യും. ഇതോടെ കടുവയുടെ ശല്യം ഇവിടെ നിന്നും മാറും എന്നാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. പക്ഷേ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പദ്ധതി വിജയിക്കുമോ എന്നുള്ള ആശങ്കയും ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവെക്കുന്നുമുണ്ട്. എന്തായാലും മൂന്നാറിൽ നിന്നും എത്തിച്ച കടുവ പീരുമേട് തോട്ടം മേഖലയെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.